വസ്ത്രം ധരിക്കാതെ നടക്കുക എന്നത് സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം ആരാണോ ഉപയോഗപ്പെടുത്തുന്നത് അതിനുശേഷം അയാൾക്ക് സംഭവിക്കുന്നത് പീഡനമായിരിക്കും, അക്രമമായിരിക്കും. ഇത് മുൻകൂട്ടി അറിയുന്ന അള്ളാഹു, പുരുഷന്റെയും സ്ത്രീയുടെയും ഒക്കെ സൈക്കോളജി കൃത്യമായി അറിയുന്ന അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ വസ്ത്രം ധരിക്കണം. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനല്ല, സുരക്ഷയെ ഉറപ്പുവരുത്താനാണ്. എന്നാൽ ഈ മതം വിട്ട് നിങ്ങൾ യുക്തിവാദത്തിലേക്കോ നിരീശ്വരവാദത്തിലേക്കോ നാസ്തിക പ്രസ്ഥാനത്തിലേക്കോ നിങ്ങൾ പോയി സങ്കല്പിക്കുക. അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് ഒരുപാട് അവസരം ഉണ്ടാവും. ഡ്രസ്സ് ധരിച്ചും ധരിക്കാതെയും ഒക്കെ നടക്കാം, ശരീരം പുറത്ത് കാണിച്ചും അല്ലാതെയും നടക്കാം. പക്ഷെ അതിനു പുറകിൽ ഉണ്ടാകുന്ന പീഡനം, ശാരീരികമായ ഉപദ്രവം, ലൈംഗികമായ പീഡനം, മോശം കമൻറ്റുകൾ, ഇതിനൊന്നും അവർക്ക് ഒരു പ്രതിവിധിയും പരിഹാരവും നിർദ്ദേശിക്കാനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ ഈ ഡ്രസ്സ് ധരിച്ചത്? അടിപതറിപ്പോകണ്ട. കൃത്യമായി ആത്മാഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും എൻ്റെ സുരക്ഷയുടെയും വിഷയം ഒന്നിച്ചു വരുമ്പോൾ എനിക്ക് സുരക്ഷ ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ യുക്തിവാദ ആശയത്തിലേക്ക് കടന്നു വരുന്നില്ല. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്ന ഇസ്ലാമിൻ്റെ നിയമം ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് എന്ന്